ശരി, ശ്രീ ബി എൻ ഹസ്കർ, ഇന്നിപ്പോൾ പി രാജീവ് മന്ത്രി പറഞ്ഞ പ്രതികരണം താങ്കൾ കണ്ടു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിന്റെ പ്രതികരണവുമുണ്ട്. കോടതി ഉത്തരവിനെ മറികടന്നിട്ടില്ല, ജയിലിലുള്ള പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകുന്നത് സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തി അർഹതയുള്ളവരുടെ പട്ടിക സമർപ്പിക്കാറുണ്ട്. അർഹതയുള്ളവരുടെ പട്ടിക. അപ്പോൾ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ നോക്കിയല്ലാതെ ആ റിപ്പോർട്ടിൽ കേസിന്റെ പ്രത്യേകതകൾ നോക്കാറില്ല. ഇതാണ് വാദം. അപ്പോൾ രണ്ടുപേരും രണ്ട് വാദം പറയുന്നു. മാത്രമല്ല, അർഹതയുള്ളവരുടെ കണക്കെടുത്തിട്ടാണ്. അർഹത പൂർണ്ണമായുമുണ്ട് TP കേസ് പ്രതികൾക്ക്. സ്മൃതി, ഇതിൽ കേരള പ്രിസൺ സർവീസസ് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് റെമിഷൻസ് വരുന്നത്. സെക്ഷൻ 72-ലാണ് റെമിഷൻസിനെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് IPC സെക്ഷൻ 55-ൽ 55-ലും 55A-ലും കൃത്യമായിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. 14 വർഷം കഴിയാതെ റെമിഷന്റെ കാലാവധി പരിശോധിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാന സർക്കാർ റെമിഷൻ കൊടുക്കാൻ നടക്കുന്ന ഒരു നീക്കമായി ഇതിനെ കാണാനും കഴിയില്ല. കാരണം 2014-ൽ മാത്രം ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന 10 കൊല്ലമാവുന്ന ശിക്ഷാ കാലാവധി കഴിയുന്ന പ്രതികളാണിവർ. അവർക്ക് നേരത്തെ 2 കൊല്ലം കൂടി തടവ് അനുഭവിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത കാലം മുതൽ കൂട്ടിയാൽ കൂടി 12 കൊല്ലമേ ആകുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു റെമിഷന്റെ നീക്കം, അവരെ കുറ്റവിമുക്തരാക്കുന്ന നീക്കം എന്തു തന്നെയായാലും നിയമപരമായി നിലനിൽക്കില്ല. മാത്രമല്ല, രണ്ടാമതായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള അപ്പീലിന്മേൽ 20 കൊല്ലത്തേക്ക് ഇവർക്ക് ഒരു തരത്തിലുള്ള റെമിഷന് നൽകരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെയൊക്കെ ചെയ്ത ശേഷവും എങ്ങനെയാണ് ഇവരുടെ പേര് പട്ടികയിൽ വന്നത് എന്നാണല്ലോ ചോദ്യം. നിയമം എന്താണ് എന്ന് നമുക്ക് അറിയാനിട്ടല്ല. നിയമം അങ്ങനെ ഇരിക്കെ ഹൈക്കോടതിയിൽ നിന്ന് അതിശക്തമായ പരാമർശങ്ങൾ വന്നിരിക്കെ എങ്ങനെയാണ് ഇവരുടെ പേര് പട്ടികയിൽ വന്നത്? അതാണ് അർഹരായപ്പെട്ടവരായി സർക്കാർ ഇവരെ കാണുകയാണ്. അങ്ങനെയല്ല. ഒരു ജയിലിൽ ആ പ്രതി നടത്തിയിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്ന വലിയ ഒരു അർത്ഥത്തിൽ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ പറയുന്ന ഒരു ഘടകമാണ്. ഒരു ശിക്ഷിക്കപ്പെട്ട പ്രതി, അയാൾക്ക് മാനസാന്തരം ഉണ്ടെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ റിപ്പോർട്ടുകളുടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരള ഹൈക്കോടതിയിലും കൃത്യമായി സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാട്രിക്കൽ റിപ്പോർട്ട് മേടിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് പ്രതികൾ ജയിലിൽ അനുഭവിക്കുന്ന അവർക്ക് അവിടെ കിട്ടുന്ന പ്രത്യേക പരിഗണനയെ കുറിച്ചുള്ള എത്ര വാർത്തകൾ നമ്മൾ വായിച്ചു. അവർക്കവിടെ പ്രത്യേക ഭക്ഷണം, അവർക്കവിടെ മദ്യം, അവിടെ വെച്ച് കൊട്ടേഷൻ, അവിടെ വെച്ച് സ്വർണ്ണ കച്ചവടം, എന്തൊക്കെ നടത്തുന്നു, സ്വർണ്ണ കള്ളക്കടത്ത് എന്തൊക്കെ നടത്തുന്നു, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുന്നു. അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമം വിട്ടുള്ള പരോളടക്കം പുറത്തു വന്നതല്ലേ? അല്ല, നിശ്ചയമായും പരോളില് ഏതൊരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവർ അർഹിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതുമാണ്. അത് നിശ്ചയമായി നീതി നിഷേധത്തിന്റെ ഭാഗമല്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യത്തിന് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള അതിക്രമമാണ് TPയുടെ വാദം എന്നുള്ളത് തന്നെയാണ്. എൻ്റെ നിലപാടും TP കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല. TPക്ക് നേരെ നടത്തിയിട്ടുള്ളത് അതിനിഷ്ഠൂരമായ കൊലപാതകമാണ്. പക്ഷേ ഇടതുപക്ഷ മനസ്സുള്ള ഒരു ഗവൺമെന്റ് ഒരു കാരണവശാലും അതിലെ പ്രതികൾക്ക് ഒരു തരത്തിലുമുള്ള അന്യായമായിട്ടുള്ള ഒരു സഹായവും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു തീരുമാനം തന്നെയാണല്ലോ P രാജീവ് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ വിവരം പുറത്തു വന്ന ശേഷമുള്ള പ്രതികരണമാണ്. 433 പേര് വന്നെന്ന വാർത്ത വന്നതിന് ശേഷമുള്ള പ്രതികരണമാണ് പി എൻ ഹസ്കർ. അല്ല, പട്ടികയിൽ പേര് വരിക ജയിൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. ജയിൽ സൂപ്രണ്ടിന് മുമ്പിൽ ലഭിക്കുന്ന 10 കൊല്ലത്തിന് മുകളിലുള്ള തടവുകാരുടെ കണക്കെടുപ്പ് സമയത്ത് കൃത്യമായും ഏതൊക്കെ കുറ്റകൃത്യത്തിനാണ് ആ ശിക്ഷ ലഭിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒഫൻസ് മാത്രമേ അവിടെ നോക്കാറുള്ളൂ. ആ ഒഫൻസിന്റെ കാഠിന്യമോ അത് സമൂഹത്തിൽ അലയടിച്ചിട്ടുള്ള ആഘാതമോ ഒരു തരത്തിലും പരിശോധിക്കാറില്ല. TPയുടെ വാദം എന്ന് പറയുന്നത് സമൂഹത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയും അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയും നോവിച്ചിട്ടുള്ളതുമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ നടത്തിയിട്ടുള്ളത് ജനാധിപത്യത്തിന് നേരെയുള്ള അതിക്രമമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത് ശരിവെക്കുന്ന തരത്തിലാണ് എനിക്കും ചേർന്നു നിൽക്കാൻ ആഗ്രഹിക്കുക.
പക്ഷേ ഇവിടെ തെറ്റിദ്ധാരണാജനകമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം അല്ലെങ്കിൽ റെമിഷൻ ചെയ്യാൻ പോകുന്നു. നിയമപരമായി പറ്റാത്തൊരു കാര്യം സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവില്ല. സംസ്ഥാന ഗവൺമെന്റിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് അത്തരത്തിൽ ഒളിച്ച് കടത്തിവിടാൻ കഴിയുന്ന പ്രതികളല്ല അവരാരും. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുള്ളൂ. അത് ചെയ്യാത്തതിന് പകരം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അത് 10 കൊല്ലത്തിന് മുകളിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ പ്രതികളെ സംബന്ധിച്ച് ആ വിവരം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. റെമിഷൻ ചെയ്യാനുള്ളത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരത്തിൽപ്പെടുന്നതാണ്. ആ വിവേചനാധികാരം TPA കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്ക് ഒരു തരത്തിലും നൽകാൻ പാടില്ല. അതാണ് ഇടതുപക്ഷ മനസ്സുകൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കാൻ നിയമപരമായി. Debate with Smriti Parithikad.